ഗൂഢാലോചനയിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഈ പൂണൂലിട്ടവരെയും കൂടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹമായിരുന്നു ഈ കേസിൽ യഥാർത്ഥത്തിലുള്ള വാദി. അദ്ദേഹം അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞത് കട്ടള കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് പറയുന്നത് എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു. അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെടുത്ത സ്ഥിതിക്ക് അവരെ ഈ കേസിനകത്ത് ഒന്നി സാക്ഷിയാക്കണം, അല്ലെങ്കിൽ പ്രതിയാക്കണം. അവരറിഞ്ഞില്ല, സഹോദരൻ കൊണ്ട് വെച്ചിട്ട് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ സാക്ഷിയാണ്. അവരെ ഈ കേസിൽ സാക്ഷിയായിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതുവരെയും ഈ അറസ്റ്റ് ചെയ്ത 9 പേരുടെയും 164 പ്രകാരമുള്ള മൊഴികൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കോടതി മുമ്പ് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. ജാമ്യം നിഷേധിക്കാൻ അതൊരു കാരണമാണ്. കോടതി മുമ്പ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയില്ല. അത് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് അവരെ ജാമ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പ്രോസിക്യൂഷന് പറയാമായിരുന്നു. അവരിതുവരെയും ജാമ്യം കൊടുത്തിട്ടില്ല.